GCC കൺട്രീസിലെല്ലാം തന്നെ സ്കൂളാണെങ്കിലും ഓഫീസാണെങ്കിലും ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ മോക്ക് 5:45 ബസ്സിൽ കയറണം. ഒരു 20-25 മിനിറ്റ്സിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ടിഫിൻ ഓപ്ഷനാണ് വൈറ്റ് സോസ് പാസ്ത. നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് പെന്നെ പാസ്ത ആഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സോൾട്ടും കുറച്ച് സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 80% കുക്കാവുന്ന ടൈമിനിടയ്ക്ക് നമുക്ക് ചെറിയൊരു പാനിനകത്ത് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് ഓൾറെഡി പെപ്പർ ആൻഡ് സോൾട്ട് ആഡ് ചെയ്ത് മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചെറിയ ചിക്കൻ പീസസ് ഇതുപോലെ സോട്ട് ചെയ്തെടുക്കുക. 2 മിനിറ്റ്സിനകത്ത് നമുക്ക് 2 സൈഡ് നമുക്ക് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക. ദെൻ സെയിം പാൻ അല്ലെങ്കിൽ അനദർ പാനിനകത്ത് ബട്ടർ ഓർ സൺഫ്ലവർ ഓയിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് ചോപ്ഡ് ഗാർലിക്ക് ഇതുപോലെ ഒരു 30 സെക്കൻഡ്സ് സോട്ട് ചെയ്യുക. ദെൻ ചോപ്ഡ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനിടയ്ക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കണം റിക്വയർമെൻറ്റ് അനുസരിച്ച്. ദെൻ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ക്യാപ്സിക്കം സിംഗിൾ കളർ ആണെങ്കിലും എൻ്റെ കയ്യിൽ എല്ലാ കളേഴ്സും അവൈലബിൾ ആയതുകൊണ്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് മഷ്റൂം ഉണ്ടെങ്കിലും ബ്രക്കോളി ഉണ്ടെങ്കിലും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇത്രയും അവൈലബിൾ ആയിരുന്നേ, അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ നല്ലതുപോലെ ഒരു 1 മിനിറ്റ് വരെ ഇതിങ്ങനെ സോട്ട് ചെയ്ത് കൊടുക്കുക. സോൾട്ട് ആഡ് ചെയ്യാൻ മറക്കണ്ട. ദെൻ പാലാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഇതിങ്ങനെ കംപ്ലീറ്റ്ലി ഡിപ്പായി കിടക്കണം. ദെൻ ഇതിന് ശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ചുകൂടെ നിങ്ങൾക്ക് തിക്കൻ ആവണം എന്നുണ്ടെങ്കിൽ പാസ്ത ഷോപ്പിലൊക്കെ കിട്ടുന്ന പോലെ തിക്കനായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇതിന്ന് ഡ്രെയിൻ ചെയ്ത് വെച്ച പാസ്ത വേവിച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിവിടെ കുറച്ച് കുക്കിംഗ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതോടെ ആഡ് ചെയ്ത് ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് സോൾട്ട് ഇതിനിടയ്ക്ക് ശ്രദ്ധിച്ചേക്കണേ. ദെൻ ചില്ലി ഫ്ലേക്സും ഏതെങ്കിലും ഒരു സീസണിങ്ങും കൂടെ ഒറിഗാനോ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കസ്തൂരി മേത്തി ആണെങ്കിൽ അങ്ങനെ, ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും, ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഫൈനലി ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സീസണിങ് ഞാൻ ആഡ് ചെയ്തു. കുറച്ചുകൂടെ തിക്കനായിട്ടാണ് നമുക്ക് ഷോപ്പിൽ കിട്ടുക. അത് ഒന്നുകിൽ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പാസ്ത ഡ്രെയിൻ ചെയ്തെടുത്ത വാട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതായിരുന്നു ടിഫിൻ ബോക്സ്. ഇതൊരു ബെറ്റർ ഓപ്ഷനാണ്. 20-25 മിനിറ്റ്സിനകത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഫൈനലി ഒരു സലാഡ് ഇവിടെ വെച്ചിട്ട് ഇന്നത്തെ ടിഫിൻ ബോക്സ് ഓവർ. താങ്ക് യു.